സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇനി നിങ്ങളെ അറിയിക്കാൻ വന്നിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഡ് ഷെഡിങ്ങുമായിട്ടുള്ള അല്ലെങ്കിൽ അതിനെ ചുറ്റിപ്പറ്റിയുള്ള സംഭവ വികാസങ്ങൾ അല്ലെ വാർത്തകൾ നമ്മളിപ്പോൾ എല്ലാ മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ ആ കൂട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ട് അല്ലെ എടുത്തു പറയേണ്ട ഒരു പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പോർട്ടർ ചാനൽ സ്മൃതീഷിനെ പറ്റിയാണ്. നമുക്കറിയാം വയനാട് വിഷയങ്ങൾ തുടങ്ങിയ അന്നു മുതൽ ഇന്ന് ഈ പറയുന്ന ലോഡ് ഷെഡിങ്ങിനെ ചുറ്റിപ്പറ്റിയുള്ള സംഭവ വികാസങ്ങൾ വരെ എടുത്തിട്ട് അലക്കിക്കൊണ്ട് ഇടതുപക്ഷം വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് കേരളത്തിൽ ചെയ്യുന്നത്. ഇടതുപക്ഷം ഇവിടെ ഒന്നും ചെയ്യുന്നില്ല, വലതുപക്ഷം ഉള്ളത് കൊണ്ട് മാത്രമാണ് പല കാര്യങ്ങളും നടന്നു പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് പല രീതിയിൽ പല തലങ്ങളിൽ കൂടി ചർച്ച ചെയ്യുന്ന ഒരു 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 കൊങ്ങിയായിട്ടുള്ള ഒരു ജേർണലിസ്റ്റിനെ നമ്മൾ കണ്ടു. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഇതിനിടയിൽ തന്നെ ചില വിഷയങ്ങളിൽ ഹാഷ്മിയുടെ നിലപാടുകൾ നമ്മൾ കണ്ടല്ലേ. നിലപാടുകളുടെ രാജകുമാരൻ അല്ലെങ്കിൽ ഒറ്റ നിലപാട് കൊണ്ട് തന്നെ എല്ലാ ആളുകളെയും വിളിച്ചിരുത്തി ചർച്ചയിൽ വലിച്ചു കീറി വിടുന്ന നല്ലൊരു ജേർണലിസ്റ്റിനെ നമ്മളവിടെ കണ്ടിരുന്നു. ആണൊരുത്തനെന്ന് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരാൾ തന്നെയാണ് ഹാഷ്മി. അതായത് ഏത് വിഷയമായിക്കോട്ടെ, രാഷ്ട്രീയപരമായിക്കോട്ടെ, വ്യക്തിപരമായിക്കോട്ടെ, എന്തൊരു വിഷയം കിട്ടിയാലും ആ വിഷയങ്ങളുടെ എതിർവശത്ത് നിൽക്കുന്ന ആരാണെന്നൊന്നും നോക്കാതെ അവർക്കെതിരെ ശക്തമായിട്ടും വ്യക്തമായിട്ടും നിലപാടുകൾ തുറന്നടിക്കുന്ന റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ ഇരുന്നുകൊണ്ട് വലിയ വായ്ത്താളം വിടുന്ന ഒരു ഹാഷ്മിയെ നമ്മൾ കണ്ടു. വായ്ത്താളം എന്ന് പറയാൻ പറ്റില്ല, നല്ല രീതിയിൽ പ്രതികരിക്കുന്ന ഒരു ഹാഷ്മിയെ കണ്ടു. എന്നാൽ വയനാട് വിഷയങ്ങളൊക്കെ വന്നപ്പോൾ മുതൽ ഹാഷ്മിയുടെ ഉള്ളിലുള്ള രാഷ്ട്രീയ ചരിത്രം എന്താണെന്നും രാഷ്ട്രീയ ബോധം എന്താണെന്നും നമുക്ക് മനസ്സിലായി. വയനാട് വിഷയം മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പീഡന വിഷയം വന്നപ്പോൾ മുതൽ നമുക്ക് മനസ്സിലായി. ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ പിടിച്ചിരുത്തിക്കൊണ്ട് ഒരു അന്തിച്ചർച്ച നടത്തുന്ന ഈ ഹാഷ്മിയെ കണ്ടപ്പോൾ മുതൽ നമുക്ക് മനസ്സിലായതാണ് എന്താണ് ഹാഷ്മി എന്നുള്ളത്. അപ്പോൾ സ്മൃതീഷന്റെ മെഴുകലുകൾക്ക് വിരാമം വിട്ടുകൊണ്ട് സ്മൃതീഷന്റെ മെഴുകലുകൾ ഓരോ ദിവസമായിട്ട് ഇങ്ങനെ പുതിയ പുതിയ അപ്ഡേഷനുമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സ്മൃതിയുടെ ഒപ്പം നിൽക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു ചാനലിൽ നിന്ന് ഒരാൾ കൂടി വരുന്നു. അയാളുടെ പേരാണ് ഹാഷ്മി. എല്ലാ ആളുകളെയും വാക്കുകൾ കൊണ്ട് അമ്മാനമാടുന്ന വാക്കുകൾ കൊണ്ട് വലിയ രീതിയിൽ അലകൾ തീർക്കുന്ന ഒരാൾ തന്നെയാണ് ഹാഷ്മി എന്ന് പറയുന്നത്. ആ ഹാഷ്മി ഇന്നിപ്പോൾ കൊങ്ങികളുടെ അടിമയായിക്കൊണ്ട് നിന്നുകൊണ്ട് തന്നെ ഈ കമ്മ്യൂണിസ്റ്റിനെതിരെ സംസാരിക്കുന്ന ഒരു വാർത്താവേളകളിൽ അതിന് തിരിച്ചു കിട്ടുന്ന നല്ല മറുപടി. അതായത് ഡോക്ടർ MG സുരേഷ് കുമാർ എന്ന് പറയുന്നൊരു വ്യക്തി റിട്ടയർഡ് ആയിട്ടുള്ള KSEBയുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹവുമായിട്ട് പല ആളുകളെയും പിടിച്ചിരുത്തിക്കൊണ്ട് ലോഡ് ഷെഡിങ്ങിനെ പറ്റിയും ഇടതുപക്ഷത്തിനെതിരെയുമായിട്ടൊരു വാർത്താ സമ്മേളനം നടത്തുമ്പോൾ അതിന് ഹാഷ്മിക്ക് കിട്ടുന്ന കൃത്യമായ മറുപടി, ആ മറുപടിയാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. എന്തായാലും ഞാൻ കൂടുതൽ പറയുന്നതിന് മുൻപ് എന്താണ് ഹാഷ്മിയുടെ മെഴുകലെന്നും അതിന് ഹാഷ്മിക്ക് കിട്ടുന്ന മറുപടി എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഒരു ലൈവ് ആയതുകൊണ്ട് മാത്രം ഹാഷ്മിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. മുൻകൂട്ടി എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് ചർച്ച ചെയ്യാനും പറ്റുന്നില്ല. അതിൻ്റെ ഒരൊറ്റ വിഷമത്തിൽ ഹാഷ്മി അവിടെ കുത്തിയിരുന്നു പോവുകയാണ്. മറ്റ് പലരും പറയുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ട് എല്ലാത്തിൻ്റെയും വാക്കുകൾ കേട്ടുകൊണ്ട് അന്നനാളവും വായും ഒക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു ഹാഷ്മിയാണ് നമ്മളിവിടെ കാണുന്നത്. അതായത് കൊങ്ങികൾക്ക് വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുക്കുമ്പോഴും ഇടതുപക്ഷത്തിനെതിരെ വലിയ രീതിയിൽ മെഴുകുമ്പോഴും ഹാഷ്മി വിചാരിച്ചില്ല ഹാഷ്മിക്ക് ഇങ്ങനെയുള്ള ഒരു മറുപടി കിട്ടുമെന്നുള്ളത്. എന്തുകൊണ്ടാണ് കേരളത്തിൽ ലോഡ് ഷെഡിങ് നടപ്പിലാക്കിയതെന്നും കഴിഞ്ഞ 10 വർഷമായിട്ട് ലോഡ് ഷെഡിങ് ഇല്ലാതെ ഒരു പവർ കട്ട് ഇല്ലാത്ത ഒരു കേരളം നമുക്ക് സംഭാവന ചെയ്തിട്ടുള്ള ഇടതുപക്ഷത്തിനെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇവർ വരച്ചു കാണിക്കുന്ന എല്ലാ മാധ്യമങ്ങളും, എല്ലാ പാപ്പരാസികളും ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അരുൺകുമാർ എന്തോ ലീവിലാണെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് അരുൺകുമാറിന്റെ പുതിയ വാർത്തകളൊന്നും കാണാത്തത്. അത് വന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും സ്മൃതീശനും അതേപോലെ തന്നെ മാത്തു സജി അടക്കമുള്ള ആളുകൾ മെഴുകിയിരുന്നത് എന്തായിരുന്നുവെന്നും എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്നുള്ളത്. എന്തായാലും ഞാൻ അതിന്റെ അപ്ഡേഷൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. എന്തായാലും ഹാഷ്മിക്ക് കണക്കിന് കിട്ടുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങളെല്ലാവരും കണ്ടതായിരിക്കും. എന്തായാലും ഞാൻ ഒരിക്കൽ കൂടി ആ വാർത്ത നിങ്ങളൊന്ന് കാണിച്ചു തരാം. നമുക്ക് നേരെ ആ വാർത്തയിലേക്ക് പോവാം. കേരളത്തിൽ ഈ കഴിഞ്ഞ സാധാരണ മാസങ്ങളിൽ ഉണ്ടായിരുന്ന വൈദ്യുതി ഉപഭോഗം എന്ന് പറയുന്നത് ഏകദേശം ഒരു 4900 5100 മെഗാവാട്ടായിരുന്നു. അതിന്റെ ഹിസ്റ്റോറിക്കലായുള്ള കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ഏത് ആസൂത്രണം നടത്തുക. അല്ലാതെ നമുക്ക് 10% അല്ലെങ്കിൽ 15% കൂടും എന്ന് പറഞ്ഞിട്ട് ആസൂത്രണം നടത്തി അവിടെ വരുന്ന അധിക ചെലവ് മുഴുവൻ സാധാരണ ജനങ്ങൾ തന്നെയല്ലേ വഹിക്കേണ്ടത്. അപ്പം ആസൂത്രണം എന്ന് പറഞ്ഞാൽ നമുക്ക് വരാവുന്ന പരമാവധി സാധ്യത എത്രയാണോ ആ സാധ്യത കണ്ട് ആസൂത്രണം ചെയ്യാണ്. ആ സാധ്യത അനുസരിച്ച് 5700 മെഗാവാട്ടിന് അപ്പുറത്ത് പോകേണ്ടതില്ല. എന്നിട്ടും ഈ വർഷം ഇലക്ഷൻ ഇയർ കൂടിയാണ് എന്ന് കണ്ടുകൊണ്ട് 5900 6000 മെഗാവാട്ട് ആയാലും പ്രശ്നമില്ലാത്ത രൂപത്തിൽ ആസൂത്രിതമായി തന്നെയാണ് വൈദ്യുതി ബോർഡ് ഈ വേനൽക്കാലത്തെ കണ്ടത്. ഏകദേശം 8-10% വർധനവുണ്ടായാൽ പോലും പ്രശ്നമില്ലാത്ത രൂപത്തിലാണ് ഈ വേനൽക്കാലത്തെ കണ്ടത്. പക്ഷേ നമ്മൾ ഒരിക്കലും മുൻകൂട്ടി കാണാൻ ഈ ആസൂത്രണം എപ്പോഴാണ് നടത്തുന്നത്? കഴിഞ്ഞ ജൂൺ ജൂലൈ മാസത്തിലാണ് നടത്തുന്നത്. അത് അപ്ഡേറ്റ് ചെയ്ത് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ നമ്മൾ അതിനകത്ത് വരുത്തേണ്ട മാറ്റം വരുത്തി അപ്പോഴും യാതൊരു പ്രതിസന്ധിയും കേരളത്തിൽ ഉണ്ടാകും എന്ന് നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നില്ല. എന്നാൽ ഫെബ്രുവരി 28-ാം തീയതി ട്രംപ് ഇറാനിൽ ആക്രമണം നടത്തുമെന്നും ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സമയം വേണം. അത് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ചർച്ച ചെയ്യാം. നമ്മൾ 1.5 മണിക്കൂർ ചർച്ച ചെയ്യുന്നതിനകത്ത് ഒരു 10 മിനിറ്റ് ആദ്യം എനിക്ക് തന്നു പോയാൽ ഒന്നും സംഭവിക്കില്ല. പാചകവാതക പ്രതിസന്ധി ഉണ്ടാകും എന്ന് നമ്മൾ ആരും പ്രതീക്ഷിച്ചതല്ല. ഇതിന്റെ ഇമ്പാക്ട് എന്താണെന്ന് കൂടി പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതായത് കഴിഞ്ഞ ഫെബ്രുവരി മാസം വരെ കേരളത്തിൽ ആകെ വിൽക്കപ്പെട്ടിട്ടുള്ള ഇൻഡക്ഷൻ സ്റ്റൗവിന്റെ എണ്ണം എന്ന് പറയുന്നത് 12 ലക്ഷം സ്റ്റൗകളാണ്. കഴിഞ്ഞ ഒറ്റ മാസം കൊണ്ട് വിൽക്കപ്പെട്ടിട്ടുള്ളത്
അഡീഷണൽ ആയി 12 ലക്ഷം. അങ്ങനെ ഇപ്പം കേരളത്തിലെ ഗ്രിഡിൽ കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള സ്റ്റൗവിന്റെ എണ്ണം 24 ലക്ഷമാണ്. ഒരു സ്റ്റൗ എന്ന് പറഞ്ഞാൽ 1000 വാട്ട് മുതൽ 2000 വാട്ട് വരെയാണ്. ഇത് ഉണ്ടാക്കുന്ന ലോഡ് തന്നെ 2400 വാട്ടാണ്, 2400 മെഗാവാട്ടാണ്. അത്ര വലിയ ഇമ്പാക്ട് ഉണ്ടാക്കുന്നതിൽ ഒരുമിച്ചല്ല ഇത് മുഴുവൻ ഗ്രിഡിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് എന്നുകൊണ്ടാണ് ഏകദേശം 500 മെഗാവാട്ടിന്റെ ഇമ്പാക്ട് ഈ ഇലക്ട്രിക് സ്റ്റൗ മാത്രം വൈദ്യുതി ഗ്രിഡിൽ ഉണ്ടാക്കിയത് ഭാഗമായി ഉണ്ടായിട്ടുള്ള പ്രതിസന്ധിയാണ്. ഈ പ്രതിസന്ധി ഒരാൾക്കും മുൻകൂട്ടി കാണാൻ കഴിയുന്ന പ്രതിസന്ധിയല്ല. ഫെബ്രുവരി 28 ട്രംപ് ആക്രമണം നടത്തുന്നു, ഇവിടെ പരമാവധി പ്രതിസന്ധി ഉണ്ടാവുന്നു. കഴിഞ്ഞ ജൂൺ മാസത്തിലും ജൂലൈ മാസത്തിലും ജനുവരി മാസത്തിലും ഫെബ്രുവരി മാസം 27 KSEBിക്ക് കാണാൻ കഴിയുന്നതല്ല. 28 ഉണ്ടായ പ്രശ്നത്തിന്റെ ഭാഗമായി മാർച്ച് മാസം അവസാനത്തിലാണ് പാലക്കാട് പ്രതിസന്ധി ഇത്രയും രൂക്ഷമായത്. അപ്പോൾ തന്നെ 8/4/2026 റെഗുലേറ്ററി കമ്മീഷൻ മുമ്പിൽ KSEB അപേക്ഷ സമർപ്പിച്ചു. ഉദ്യോഗസ്ഥന്മാർക്ക് സ്വന്തമാക്കി ഈ സമയത്ത് തീരുമാനമെടുക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാണ്? ഇവിടെ രാഷ്ട്രീയ നേതൃത്വം ഇപ്പൊ ഇല്ല. ഇപ്പം ഇലക്ഷൻ കോഡ് ഓഫ് കണ്ടക്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് റെഗുലേറ്ററി കമ്മീഷന്റെ തീരുമാനം വന്നാൽ മാത്രമേ ആക്ട് ചെയ്യാൻ പറ്റൂ എന്നതുകൊണ്ട് അത് അപേക്ഷ കൊടുത്തു. അപേക്ഷയിൽ തീരുമാനം 26 ഇപ്പം ഇന്ന് അത് ഡയമണ്ട് മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്തുകൊണ്ട് പ്രശ്നം പരിഹരിക്കാൻ ശ്രമം നടത്തുന്നു. അപ്പം ഒരു പ്രതിസന്ധി നിപ്പ പോലെ, കോവിഡ് പോലെ, പ്രളയം പോലെ പെട്ടെന്ന് നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയാത്ത ഒരു പ്രതിസന്ധി ഉണ്ടാവുമ്പോൾ ഇതിന്റെ മുകളിൽ കഥാപ്രസംഗം നടത്തി ആളുകൾ പരിഭ്രാന്തരാക്കി അല്ല വേണ്ടത്. കഥാപ്രസംഗം ഒന്ന് അധിക്ഷേപിക്കല്ലേ സാറേ, കഥാപ്രസംഗം ഒന്ന് അധിക്ഷേപിക്കല്ലേ സാറേ. അതാണ് ഞാൻ പറഞ്ഞത്. AC അതുപോലെ തന്നെ മറ്റു ഉപകരണങ്ങൾ ഒക്കെ കണക്കിലെടുത്ത് അതൊക്കെ വന്നാലും ആവശ്യമായ വൈദ്യുതി എത്ര വേണം എന്ന് കണക്കാക്കി അതിനനുസരിച്ച് ആസൂത്രണം KSEB ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇൻഡക്ഷൻ കുക്കറിന്റെ ഭാഗമായി KSEBിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ദയവായി കാശ്മീർ മനസ്സിലാക്കാൻ ആ പ്രവാചക സാഹചര്യം ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. ദയവായി ഇത്തരം സാഹചര്യങ്ങൾ കാശ്മീർ മനസ്സിലാക്കി KSEB ഉദ്യോഗസ്ഥന്മാരോട് ഇനിമാണെങ്കിലും പറയണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. കേരളത്തിൽ ഈ കഴിഞ്ഞ സാധാരണ കണ്ടില്ലേ, വെറുതെ കിടന്ന് എന്തൊക്കെയോ മെഴുകിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മാധ്യമ പാപ്പരാസികൾ എല്ലാവരും. അതായത് കേരളത്തിൽ നടക്കുന്ന ഒരു സംഭവത്തിനെ എന്തോ വലിയ രീതിയിലുള്ള വൃത്തികേടുകൾ നടക്കുന്നു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. കഴിഞ്ഞ 10 വർഷം ഒരു നേരം പോലും ഒരു പവർ കട്ട് എന്ന് പറയുന്ന സാധനം ഉണ്ടായിരുന്നില്ല. എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ട്രാൻസ്ഫോമറിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അറ്റകുറ്റപ്പണി നടക്കുന്ന സമയം മാത്രം കറണ്ട് പോയിട്ടുള്ളൂ. എന്നാൽ അതുവരെയുള്ള എല്ലാ സമയങ്ങളിലും നമ്മൾ നല്ല അടിപൊളിയായിട്ടല്ലേ ജീവിച്ചത്. ഇന്നിപ്പോൾ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് വരുന്നു. ഈ ബുദ്ധിമുട്ടുകളെ നമ്മളല്ലേ മനസ്സിലാക്കേണ്ടത്. 10 വർഷം നമ്മളെ ഈ പവർ കട്ടില്ലാത്ത കേരളം നമുക്ക് സമ്മാനിക്കുമെന്ന് പറഞ്ഞിട്ട് പവർ കട്ടില്ലാത്ത കേരളം തന്നെ നമുക്ക് സമ്മാനിച്ചു. എന്നിട്ട് അതിന് ശേഷം പിന്നീട് വരുന്ന സംഭവങ്ങൾ ആർക്കും പ്രവചിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. പിന്നീട് എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് പ്രവചിക്കാൻ പോലും കഴിയുന്ന ഒരു കാര്യങ്ങളല്ല. എന്നാൽ ഈ കാര്യങ്ങളെ എല്ലാം എടുത്തുകൊണ്ട് കഴിഞ്ഞ 10 കൊല്ലമായിട്ട് എല്ലാം നടപ്പിലാക്കി തന്ന ഒരു സർക്കാരിനെ വളരെയധികം മോശമായിട്ട് പറയുമ്പോൾ ഉള്ളതിനെ നമ്മൾ ഉണ്ട് എന്ന് പറയണ്ടേ? ഇല്ല എന്ന് നമ്മൾ കണ്ണടച്ച് കാണിച്ച് ഇരുട്ടാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഹാഷ്മി അടക്കമുള്ള മാധ്യമ പാപ്പരാസികൾ ഇതൊക്കെ ശരിയാവുക? നിങ്ങൾ പറയുന്നതാണ് ശരി, നിങ്ങൾ പറയുന്നതേ ഉള്ളൂ ശരി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളിങ്ങനെ മെഴുകാൻ ശ്രമിക്കുമ്പോൾ ഇത് മാത്രം വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഈ കേരളത്തിലുണ്ട്. കേരളത്തിൽ മാത്രമല്ല, എല്ലായിടത്തും അങ്ങനെയുള്ള ആളുകളുണ്ട്. മാധ്യമ പ്രവർത്തകർ പറയുന്നതാണ് ശരി, മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നതാണ് ശരിയെന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അത്തരം ആളുകൾക്കിടയിലേക്ക് നിങ്ങളിങ്ങനെ ഒരു വിദ്വേഷത്തിന്റെ ഒരു വിത്ത് അങ്ങോട്ട് വിതച്ചിടുമ്പോൾ അത് വലിയൊരു മരമായിട്ട് വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് മനസ്സിലാവുന്ന മറ്റൊരു കൂട്ടം ആളുകളും നമ്മുടെ കേരളത്തിലുണ്ട് കേട്ടോ. നമ്മുടെ കേരളത്തിന് നമ്മൾ അറിയപ്പെടുന്നതിനെ പ്രബുദ്ധ കേരളം എന്നാണല്ലേ. എല്ലാ കാര്യങ്ങളിലും ബുദ്ധിയുള്ള, എല്ലാ കാര്യങ്ങളിലും വിവേകവും അറിവും ഉള്ള ആളുകൾ തന്നെയാണ് നമ്മുടെ കേരളത്തിലുള്ള ആളുകൾ. അങ്ങനെയുള്ള ആളുകൾക്ക് ഹാഷ്മി അടക്കമുള്ള മാധ്യമ പാപ്പരാസികൾ എന്ത് മെഴുകിയാലും അവർക്കത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. എന്നാലും എല്ലാ ദിവസവും അന്തിച്ചർച്ചകളിൽ വന്നിരുന്നു കൊണ്ട് പവർ കട്ടില്ലാത്ത കേരളം സമ്മാനിക്കുമെന്ന് പറഞ്ഞിട്ട് പവർ കട്ടാണ്, ആളുകൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. പ്രകൃതിയെയാണ് നിങ്ങൾ ശപിക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വേറെ പോസ്റ്റ് കാണുകയുണ്ടായി. അതായത് പവർ കട്ടില്ലാത്ത കേരളം എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങളിങ്ങനെ മെഴുകി നിങ്ങൾ വൃത്തികെട്ട രീതിയിൽ പറയാൻ ശ്രമിക്കുന്നത് ഇടതുപക്ഷ സർക്കാരിനെയാണ്. ശരിക്കും ഇത് ഇടതുപക്ഷ സർക്കാരിന്റെ കുഴപ്പം കൊണ്ടാണോ വെള്ളമില്ലാത്തത്? ഈ ചൂട് കൂടിയത് പിണറായി വിജയൻ ഉള്ളത് കൊണ്ടാണോ? ഈ വലിയ മഹാമാരികൾ വരുന്നത് പിണറായി വിജയൻ ഉള്ളത് കൊണ്ടാണോ? ഈ ചൂട് കൂടിയിട്ട് കിണറ്റിലെ വെള്ളം വരെ വറ്റിപ്പോകുന്നത് പിണറായി വിജയൻ വന്നിട്ട് ഊതി വലിച്ചെടുക്കുന്നത് കൊണ്ടൊക്കെയാണെന്നാണ് പലരും പറയാൻ ശ്രമിക്കുന്നത്. എന്ത് മണ്ടത്തരമാണ് നിങ്ങളെല്ലാവരും കൂടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും അതിന് വേണ്ടിയിട്ട് ഒരു പ്രിക്കോഷൻസ് എടുക്കുക. എന്തിനാണ് മാധ്യമങ്ങൾ ശരിക്കും പ്രവർത്തിക്കേണ്ടത്? ഈ നാട്ടിൽ എന്തെങ്കിലും ഒരു അനിഷ്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ അനിഷ്ടത്തിനെ എങ്ങനെ മാറ്റാൻ, അതിനെ എങ്ങനെ മറികടക്കാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മാധ്യമങ്ങൾ പ്രവർത്തിക്കേണ്ടത്. അതായത് ഒരു സ്ഥലത്ത് ഒരു സംഭവം ഉണ്ടാവുന്നു, എന്താണ് ആ സംഭവം എന്ന് പറഞ്ഞുകൊണ്ട് ആ സംഭവത്തിനെ പറ്റി വിവരിക്കുക എന്നുള്ളതാണ് മാധ്യമങ്ങളുടെ ധർമ്മം. എന്നാൽ ഇന്നത്തെ മാധ്യമങ്ങൾ ചെയ്യുന്നത് ചേരി തിരിഞ്ഞ് നിന്നുകൊണ്ട് തന്നെയും, അല്ലെങ്കിൽ 2 പക്ഷമായിട്ട് നിന്നുകൊണ്ട് വലതുപക്ഷത്തിന് വേണ്ടിയിട്ട് ഒരു കൂട്ടരും ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ടും വേറൊരു കൂട്ടരും അതിൻ്റെ അപ്പുറത്തേക്ക് പോയിട്ട് BJPക്ക് വേണ്ടിയിട്ട് മറ്റൊരു കൂട്ടരും കിടന്നുകൊണ്ട് മെഴുകുകയാണ്. എന്നാൽ ഈ 3 കൂട്ടരും ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ ഇന്നിപ്പോൾ ഒരൊറ്റ ചർച്ചാ വിഷയം മാത്രമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇടതുപക്ഷ സർക്കാർ ഇവിടെ ഭരിക്കുന്നത് കൊണ്ട് തന്നെയാണ്. ഇവർക്കിവിടെ ചർച്ച ചെയ്യാനായിട്ടില്ലാത്ത എന്തുകൊണ്ട് ഇപ്പോൾ ഈ ശബരിമല വിഷയങ്ങൾ എടുത്ത് ചർച്ച ചെയ്യുന്നില്ല? അതായത് വയനാട് 5 കോടി രൂപ എടുത്ത് പുട്ടടിച്ചത് കൊണ്ടാണല്ലേ. അങ്ങനെ പുട്ടടിച്ച 5 കോടി രൂപയെ പറ്റി പറയാനായിട്ടില്ലാത്ത കൊങ്ങികൾ ഇപ്പോൾ ഒരു ഒതുങ്ങിക്കൂടിയ സൈഡിലേക്ക് മാറി. പക്ഷേ ഈ കൊങ്ങികൾക്ക് വേണ്ടിയിട്ട് സൈബർ ഇടത്തിലും മാധ്യമ രംഗത്തുമൊക്കെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം ആളുകൾ വേറെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയും ഇവരുടെ മെഴുകലുകൾ പല രീതിയിൽ പല സമയങ്ങളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ മെഴുകിയാലും എന്തൊക്കെ പറഞ്ഞാലും കേരളത്തിലെ ജനങ്ങൾക്കറിയാം അവരുടെ ജീവിതം
ഇത്രയും നാളും എങ്ങനെയായിരുന്നുവെന്നും ഇനി അങ്ങോട്ട് പോകാൻ പോകുന്നത് എങ്ങനെയായിരിക്കുമെന്നും അവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നിങ്ങളുടെ ഈ വലിയ മെഴുകലുകളുടെ ഒന്നും ആവശ്യമില്ല എന്നുള്ളത് ഞാൻ എടുത്തു പറയാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ എന്തൊക്കെ മെഴുകിയാലും നിങ്ങളൊക്കെ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഈ നാട്ടിലെ ഇടതുപക്ഷ സർക്കാർ ചെയ്തിട്ടുള്ള ഒരുപാട് നല്ല പ്രവർത്തനങ്ങളുണ്ട്, അല്ലെങ്കിൽ നല്ല പ്രവർത്തികളുണ്ട്. ഇതെല്ലാം കേരളത്തിലെ ജനങ്ങൾക്കറിയാം. അവരതെല്ലാം വെച്ചുകൊണ്ട് തന്നെയാണ് ഓരോ ആളുകളെയും വിലയിരുത്തുന്നത്. നിങ്ങൾ ഇനി ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ പറഞ്ഞാലും അതിലൊന്നും ഒരു മാറ്റവും വരാൻ പോകുന്നില്ല എന്ന് ഞാൻ എടുത്തു പറയുകയാണ്. എന്തൊക്കെ മെഴുകുന്ന ഇങ്ങനത്തെയുള്ള രീതിയിൽ വൃത്തികെട്ട കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പരിഭ്രാന്തരാക്കുന്ന ഈ KSEBയുടെയും ഇടതുപക്ഷ സർക്കാരിൻ്റെയും കുറ്റം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന പ്രകൃതി ദുരന്തങ്ങളും ഈ വേനലുമൊക്കെ ഉണ്ടാകുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മെഴുകുന്ന ആളുകൾക്ക് മുൻപിലേക്ക് MG സുരേഷ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി, അല്ലെങ്കിൽ ആ ഒരു റിട്ടയർഡ് ആയിട്ടുള്ള എക്സിക്യൂട്ടീവ് KSEB എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ആ ഒരു മനുഷ്യൻ വന്നിട്ട് നല്ല രീതിയിൽ മറുപടി കൊടുക്കുന്നുണ്ട്. ഞങ്ങളെ കൊണ്ട് മര്യാദയ്ക്ക് സംസാരിപ്പിക്കാനായിട്ട് നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ലെങ്കിൽ ഇങ്ങനെയുള്ള ചർച്ചകളിൽ ഞങ്ങളെ വിളിച്ചിരുത്തരുത് ഹാഷ്മി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അതിവ്യക്തമായിട്ട് തന്നെ മറുപടി കൊടുക്കുന്നുണ്ട്. ഒരു വാക്ക് പോലും തെറ്റാതെ സൗമ്യമായിട്ടുള്ള അല്ലെങ്കിൽ സഭ്യമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഹാഷ്മിക്ക് മറുപടി കൊടുക്കുന്നുണ്ട്. ഹാഷ്മിക്ക് ഇത് ലൈവ് ആയതുകൊണ്ട് ഇറങ്ങി ഓടാനും പറ്റില്ല, റെക്കോർഡ് നോക്കി അതായത് എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് വായിക്കാനും പറ്റുന്നില്ല. അല്ലാതെ നോർമലി എന്താ ചെയ്യുന്നത്, റീഡിംഗ് റൂമിൽ കയറി ഇരുന്നുകൊണ്ട് ഒരു വലിയ സ്ക്രീനിൽ എഴുതി കാണിക്കും. ആ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഇവിടെ ഈ വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് വേണ്ടിയിട്ട് എന്താണ് ഇടതുപക്ഷം ചെയ്തത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ല സാറേ, എന്താണ് നിങ്ങൾ ചെയ്യാത്തത്, UDF ചെയ്തു സാറേ, BJP ചെയ്തു സാറേ, മുസ്ലിം ലീഗ് വരെ ചെയ്തു സാറേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒറ്റ രീതിയിൽ ഒരൊറ്റ സ്ട്രെച്ചിൽ ശ്വാസം പോലും വിടാതെ പ്രസംഗിക്കുന്ന ഹാഷ്മിയെ നമുക്കറിയാം. പക്ഷെ ഇത് ലൈവാണ്. അവിടെ ഈ രീതിയിൽ പ്രസംഗിക്കാൻ പറ്റില്ല. കാരണം ആ ഒരു പ്രസംഗത്തിന് അവിടെ പ്രസക്തിയില്ല. ആളുകൾ മുന്നിലിരുന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഹാഷ്മിക്ക് എപ്പോഴും ഉത്തരം മുട്ടി പോകാറുണ്ട്. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഈ ചർച്ച ഡിബേറ്റുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഉത്തരം മുട്ടുമ്പോൾ കുറച്ച് മാസ് BGM ഇട്ടുകൊണ്ട് തന്നെ കുറേ ആളുകൾ സൈബർ ഇടങ്ങളിൽ സപ്പോർട്ട് ചെയ്യുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെയും സാറേ നിങ്ങൾ പറയുന്നത് ശരിയല്ല സാറേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മെഴുകുന്നുണ്ട്. പക്ഷേ ഈ മെഴുകലുകളൊന്നും ഇവിടെ ഏറ്റില്ല. നല്ല രീതിയിൽ തന്നെ മറുപടി അതിൻ്റെ വിദഗ്ധർ തന്നെ മറുപടി നൽകിയിരിക്കുകയാണ്. ഹാഷ്മി ഒന്നും മിണ്ടാൻ പറ്റാതെ, മിണ്ടാട്ടമില്ലാതെ, ഉരിയാടാതെ അവിടെ ഇരുന്ന് പോകുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും കൊങ്ങികൾക്ക് വേണ്ടിയിട്ട് മെഴുകാൻ വരുന്ന ആളുകളുടെയൊക്കെ നിലവാരവും അവരുടെയൊക്കെ ആ ഒരു ചിന്താഗതിയും അവരുടെ മനോഗതി എന്തൊക്കെയാണുള്ളതെന്നൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയിട്ട് വാർത്തകൾ കാണുമ്പോൾ എല്ലാ വാർത്തകളും നമ്മൾ വിശ്വസിക്കാതിരിക്കുക. പൊള്ളയായിട്ടുള്ള കുറേ വാർത്തകൾ പറയാൻ വേണ്ടിയിട്ട് വാർത്താ അവതാരകന്മാർ കുറേ അപരാധം പറയാനായിട്ട് രംഗത്തേക്ക് വരുന്നുണ്ട്. ഇവന്മാരുടെയൊക്കെ ചെയ്ത വികാരവും രാഷ്ട്രീയ ചരിത്രവും രാഷ്ട്രീയ ബോധവും ഒക്കെ എന്താണെന്നൊന്ന് മനസ്സിലാക്കിയാൽ എല്ലാവർക്കും സുഖമായിട്ട് ജീവിക്കാം. എന്തായാലും അരമണിക്കൂർ ലോഡ് ഷെഡിങ് ഉണ്ടാവും. അതെല്ലാം മനസ്സിലാക്കി അക്സെപ്റ്റ് ചെയ്ത് സാഹചര്യം മനസ്സിലാക്കി മുന്നോട്ട് പോവുക എന്നുള്ളതും പറഞ്ഞുകൊണ്ട് എനിക്കും അറിയാം, ഞാനും ചൂടത്ത് തന്നെയാണ് AC-ലൊന്നും അല്ല ഇരിക്കുന്നത്. ആ ചൂടിൽ തന്നെ നമ്മളെല്ലാവരും അനുഭവിക്കുകയാണ്. എല്ലാവർക്കും സുഖ സൗകര്യങ്ങൾ കിട്ടുന്നതോടൊപ്പം ഒരു സുഖമുണ്ടെങ്കിൽ ഒരു ദുഃഖവും ഉണ്ടാവും എന്ന് പറയുന്നത് പോലെ, ഒരു കയറ്റമുണ്ടെങ്കിൽ ഒരു ഇറക്കവും ഉണ്ടാവും എന്ന് പറയുന്നത് പോലെ ഈ ഒരു സമയം നമ്മൾ കടന്നു പോകും, അല്ലെങ്കിൽ നമ്മൾ ഇതിനെ അതിജീവിക്കണം. കൊറോണ പോലെയുള്ള അല്ലെങ്കിൽ പ്രളയം പോലെയുള്ള അതിനേക്കാൾ വലിയ മഹാമാരികളെ എല്ലാം അതിജീവിച്ച നമുക്ക് ഈ ഒരു ലോഡ് ഷെഡിങ്ങും അതിജീവിക്കാൻ സാധിക്കുമെന്ന് പ്രത്യേകിച്ച് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. മാധ്യമ പാപ്പരാസികളെ നമ്പരുത് മക്കളെ എന്ന് പറഞ്ഞാൽ നമ്പിയാൽ നമുക്ക് പണി കിട്ടുമെന്ന് പ്രത്യേകിച്ച് പറഞ്ഞുകൊണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണുന്നവരെ ഓക്കെ ബൈ.